പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തേത് ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായൊരു വീഡിയോ ആണ്. ഇംഗ്ലീഷ് ഭാഷയിലെ ഏറ്റവും വലിയ വേർഡ്സ് ഏത് എന്നും അതുപോലെ തന്നെ ഏറ്റവും ചെറിയ വേർഡ്സ് ഏത് എന്നും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇംഗ്ലീഷിലെ ഏറ്റവും വലിയ വേർഡ് എന്ന് പറയുന്നത് ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോനിയോസിസ് ആണ്. ഇതൊരു രോഗത്തിന്റെ പേരാണ്, ഒരു മെഡിക്കൽ വേർഡാണ്. മുൻകാലങ്ങളിൽ ഖനികളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ ചെസ്റ്റിന് ബാധിച്ചിരുന്ന ഒരു രോഗമാണ് ന്യൂമോണോ അൾട്രാ മൈക്രോസ്കോപ്പിക് സിലിക്കോ വോൾക്കാനോ കോനിയോസിസ്. നാൽപ്പത്തഞ്ച് ലെറ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ന്യൂമോണോ PNEUMONO, അൾട്രാ ULTRA, മൈക്രോസ്കോപ്പിക് MICROSCOPIC, സിലിക്കോ SILICO, വോൾക്കാനോ VOLCANO, കോനിയോസിസ് CONIOSIS. 45 ലെറ്റേഴ്സ് ആണ്. ഇനി ഏറ്റവും വലിയ രണ്ടാമത്തെ വേർഡും അതുപോലെ തന്നെ ഏറ്റവും വലിയ നോൺ മെഡിക്കൽ വേർഡും ഏതാണെന്ന് നോക്കാം. ഫ്ലോക്സിനോസിനിഹിലിപിലിഫിക്കേഷൻ. ഇതാണ് ഏറ്റവും വലിയ നോൺ മെഡിക്കൽ ആയിട്ടുള്ള വേർഡ്. ഫ്ലോക്സിനോസിനിഹിലിപിലിഫിക്കേഷൻ. FLOCCINAUCINIHILIPILIFICATION. ഇതാണ് അതിന്റെ സ്പെല്ലിംഗ്. ഇതിന്റെ മീനിങ് സംതിങ് വർത്ത്ലെസ് എന്നാണ്, അതായത് യാതൊരു ഉപകാരവും ഇല്ലാത്തത് എന്ന് അർത്ഥം. നമുക്കിത് ഉപയോഗിച്ച് ഒരു സെന്റൻസ് നോക്കാം. The withdrawal of 500 and 2000 rupee notes became a Floxinosinihilipilification since the government couldn't find any black money from anywhere. ഗവൺമെന്റിന് എങ്ങു നിന്നും ബ്ലാക്ക് മണി പിടിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ട് 500-ന്റെയും 2000-ന്റെയും നോട്ടിന്റെ പിൻവലിക്കൽ എന്ന് പറയുന്നത് എന്തായി മാറിയിരിക്കുന്നു? വർത്ത്ലെസ് ആയി മാറിയിരിക്കുന്നു. ഫ്ലോക്സിനോസിനിഹിലിപിലിഫിക്കേഷൻ ആയി മാറിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ട് ഏറ്റവും വലിയ വേർഡ്സ് പരിചയപ്പെട്ടു. ഇനി ഇംഗ്ലീഷിലെ ഏറ്റവും ചെറിയ വേർഡ്സ് ഏതാണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ വേർഡ്സിൽ ഒന്നാണ് എ. ഇതൊരു വേർഡാണ് അല്ലെ.
അതെ, എ ബുക്ക്, എ പീസ് ഓഫ് ചോക്ലേറ്റ്. ഇതൊക്കെ എന്താണ്? ഏറ്റവും ചെറിയ വേർഡായിട്ട് മാറുകയാണ് എ എന്നത്. അതുപോലെ തന്നെ മറ്റൊരു വേർഡാണ് ഐ എന്ന് പറയുന്നത്. അതും ഒറ്റ ലെറ്ററേ ഉള്ളൂ. ഞാൻ എന്ന അർത്ഥത്തിൽ നാം ഉപയോഗിക്കുന്നത്. I asked him some money. ഇത് ഇംഗ്ലീഷിൽ ഏറ്റവും ചെറിയ വേർഡാണ് പറയാൻ കാരണം എന്താണ്? ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലുള്ള 2 ലെറ്റേഴ്സ് ആണ് ഏത്? എയും അതുപോലെ തന്നെ ഐയും. ഇംഗ്ലീഷിലെ മറ്റേതെങ്കിലും ഒരു ലെറ്റർ ഇതേപോലെ ഒരു വേർഡ് ആയിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ വേർഡ്സ് എന്ന് പറയുന്നത് എയും ഐയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.